ഒരു കാവ്യഭാവനയാണ് മധുസൂദനൻ നായർ സാറിൻ്റെ. ഗുരുക്കന്മാരുടെ ഗുരുനാഥനായ മധുസൂദനൻ നായർ. അദ്ദേഹം കാവ്യ കേരളത്തിൻ്റെ അഭിമാനം. അദ്ദേഹത്തിൻ്റെ രചനാവൈഭവങ്ങൾ മാത്രമല്ല, എനിക്ക് അതിനും ഒപ്പം ഇമ്പമാർന്നു തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യം. അദ്ദേഹം കാവ്യ ആലാപനം നടത്തിയിട്ടുള്ളത് ഓരോന്നും എടുത്ത് പരിശോധിക്കുക. അദ്ദേഹത്തിൻ്റെ കവിതകൾ മാത്രമല്ല, ഇപ്പോൾ വയലാർ കവിതകളിൽ രാവണപുത്രി അദ്ദേഹം അവതരിപ്പിക്കുന്ന അത്ര മനോഹരമായിട്ടാണ്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചുപോരടാങ്കണം എന്ന് തുടങ്ങുന്ന മനോഹരമായ രാവണപുത്രി അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ വയലാറിൻ്റെ അശ്വമേധം, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാവിക്കുന്നു. നിങ്ങൾ കണ്ടു ശിരസ്സുയർത്തിപ്പായി ചെമ്പൻ കുതിരയെ. ഇങ്ങനെ പാടിപ്പോകുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ കേൾക്കും. സാറിന് വിശ്വസംസ്കാര വേദിയിൽ അശ്വമേധം നടത്തുകയാണ് ഞാൻ. അത് മനോഹരമായി മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതും സംസ്കാരമണ്ഡലം. പിന്നീട് അദ്ദേഹം കുമാരനാശാന്റെ കവിതകൾ അവതരിപ്പിക്കുന്നതും ആ കുമാരനാശാന്റെ കവിതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുണ്ട്. കുമാരനാശാന്റെ വീണപൂവ്, സിംഹപ്രസം, രാമവൃക്ഷത്തിലെ കുയില്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാലവിഷ്ടി, കരുണ, ഇത്രയും കവിതകളെ സംബന്ധിച്ച് വളരെ ഗഹനമായി പഠനം നടത്തിയിട്ടുള്ള ഗുരുനാഥനാണ് നമ്മുടെ മധുസൂദനൻ നായർ സാറ് എന്നെടുത്ത് പറയട്ടെ. അതിൽ ഓരോന്നും അദ്ദേഹം ചെല്ലുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒക്കെ ചെല്ലിയാൽ കുറേ സമയം പോകുന്നുണ്ട്. നിങ്ങളുടെ സമയം അവഹരിക്കാൻ മുതിരുന്നില്ല. അത്തരത്തിൽ ഇപ്പം അദ്ദേഹം നമ്മുടെ കുമാരനാശാന്റെ ഇപ്പോൾ ഉള്ള വസതിയും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്മൃതിമണ്ഡപവും എല്ലാം ഉൾക്കൊള്ളുന്ന അവിടെ തോന്നക്കലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ കൂടിയാണ് സാറ് എന്ന കാര്യം ഏറെ സന്തോഷം നൽകുന്ന കാര്യം.